അങ്ങനെ ആദർശിനോട് നയനയ്ക്ക് നല്ല കലിപ്പാണ് കേട്ടോ. മുത്തശ്ശനോടായിട്ട് തന്നെ സ്നേഹിച്ചവർ അഭിനയിച്ചു, അതൊക്കെ നയന മറന്നു. പക്ഷേങ്കിൽ ഇപ്പോഴും അത് തന്നെ തുടരുകയാണെന്നും തന്നെ തീരെ താല്പര്യമില്ലെന്നുള്ള കാര്യമൊക്കെ നയന മനസ്സിലാക്കുന്നുണ്ട്. മുത്തശ്ശനോടും പോയിട്ട് പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ മറക്കും, അവൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന്. പക്ഷേ കണ്ടില്ലേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ പോലും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാനാ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് കുറച്ച് പോലും സ്ഥാനമില്ല. നമ്മളൊരാളുടെ കൂടെ ഒരു കുറച്ചു കാലം ജീവിച്ചാൽ പോലും അയാൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം കാണില്ലേ? ഇവിടെ അതുപോലെ ഇല്ല ആദർശേട്ടന്. പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശ ഇവിടെ കടിച്ചു തൂങ്ങുന്നതൊക്കെ നയന ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, ഇന്നലെ മോളുടെ മുത്തശ്ശനൊരു കാര്യം പറഞ്ഞില്ലേ, ഈ മുത്തശ്ശൻ മരിച്ചാലും മോൾ ഇവിടെ കാണണം. മുത്തശ്ശൻ ജീവനുള്ളിടത്തോളം കാലം ഇവിടെ തന്നെ എൻ്റെ മോടെ കൂടെ കാണും, മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ആത്മാവും കാണും ഇവിടെ തന്നെ, നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയാണ്, എങ്കിലും എൻ്റെ മുത്തശ്ശനോടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, അതൊക്കെ എനിക്കറിയാം, എൻ്റെ മോള് എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സഹിക്കുന്നതെന്നും. ആദർശ് മോളെ കുറച്ച് പോലും മൈൻഡ് ചെയ്തില്ലെന്നൊക്കെ മുത്തശ്ശന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറി ഒരു ദിവസം ആദർശ് എൻ്റെ മോളെ സ്വീകരിക്കും. അന്ന് ആ പൂജാരി പറഞ്ഞത് ഓർമ്മയില്ലേ, എൻ്റെ മോളും മോനും സംഗമിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ശിവനും പാർവതിയും സംഗമിച്ച സമയമാണെന്ന്. ദൈവങ്ങൾ സംഗമിച്ച സമയത്താണ് നിങ്ങളുടെ വിവാഹം. അതുകൊണ്ട് ആ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ആ മുറിയിലോട്ട് പോകാൻ പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല മുത്തശ്ശ. അപരിചിതനായ ഒരാളുടെ കൂടെ ഒരു മുറി ഷെയർ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ താഴെ പഴയതുപോലെ ആ സ്റ്റോർ റൂമിൽ കിടന്നോളാം. അപ്പം മുത്തശ്ശി പറയാണ്, അതൊന്നും വേണ്ട മോളെ, മോൾ ഇപ്പോഴും അവിടെ തന്നെ കിടന്നാൽ മതി, അത് തന്നെയാണ് നല്ലത്. ഈ മുത്തശ്ശൻ്റെ മനസ്സ് മോളായിട്ട് നോവിക്കരുതെന്ന് പറയുമ്പം മുത്തശ്ശൻ സമ്മതിച്ചാൽ ഞാൻ ആ സ്റ്റോർ റൂമിലേക്ക് മാറിക്കോളാം. മുത്തശ്ശൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ റൂം ഷെയർ ചെയ്യും? അതിലും വലിയതായിട്ട് ഞാൻ മറ്റെന്ത് അനുഭവിക്കാനാ? ഇത്രയും കാലം എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾ എന്നെങ്കിലും എന്നെ സ്നേഹിക്കുന്ന. പക്ഷെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് മോളെ എന്ന് വിളിക്കുമ്പം മുത്തശ്ശ പ്ലീസ്, എനിക്ക് ഇനിയും പറ്റുന്നില്ല. എനിക്ക് തറയിൽ ഒരു പായാണ് ആദർശം ഇട്ട് തന്നിരുന്നത്. അതിനുശേഷം പായൽ കിടന്നിട്ട് എനിക്ക് മേല് വേദനിച്ചപ്പം എനിക്കൊരു ബെഡ് മേടിച്ചുകൊണ്ട് തന്നു. അന്ന് എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോഴേക്കും അമ്മ കാണുമോയെന്നും മുത്തശ്ശൻ കാണുമോയെന്നും പേടിച്ചിട്ട് ആദർശന് കട്ടിലോട്ട് കിടക്കാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പം എനിക്ക് വെറും അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത്. അങ്ങനെ ഒരാളുടെ കൂടെ ആ മുറിയിൽ ജീവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതെ നയനമോള് പറഞ്ഞതും ശരി തന്നെയാണ്. അവളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ അവളൊരു മുറിയിൽ കഴിയും? പക്ഷേങ്കിൽ നയനമോളെ ആദർശം തന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് നീ മാറി നിൽക്കുന്നത് അത് അബദ്ധമല്ലെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, അല്ല നയനമോള് പറഞ്ഞു തന്നെയാൽ ശരി. കാരണം അവൻ മനസ്സിലാക്കണം ഇവളുടെ വില. ആ മുറിയിൽ ഇവളില്ലാതാകുമ്പം അവന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അവൾ മാറി താമസിച്ചാൽ അവന് അതിൻ്റെതായൊരു ഫീലിങ്സോ വലിയ പ്രയാസങ്ങളോ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ അവന് ശരിക്കും ഇവളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവന് തുറന്ന് പറയുകയും അവളെ ഒന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, ഒരു പരീക്ഷണത്തിന് വേണ്ടിയല്ല മുത്തശ്ശി ഞാൻ ഇങ്ങനൊരു ചെയ്യുന്നത്. എനിക്ക് ആദർശേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ തിരിച്ചും ആ സ്നേഹം കിട്ടുന്നില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി ഞാൻ. ഇനിയും യാചിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ അച്ഛൻ തിരികെ ചെന്നാൽ എൻ്റെ അച്ഛനുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒരു പക്ഷേ ജീവൻ പോലും പോയെന്ന് വരാം. ഞാനിവിടുന്ന് പോയാൽ എൻ്റെ മുത്തശ്ശനും വിഷമമാകും. ഈ രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാനിവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, എല്ലാം ഈ മുത്തശ്ശനറിയാം. അതുകൊണ്ട് മോള് കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ മുറിയിൽ നിന്നും മാറി നോക്ക്. എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അതിനുശേഷം ഈ മുത്തശ്ശൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നയന പറയാണ്, ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന നേരെ ആദർശന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവളുടെ ബാഗും സാധനവും ഒക്കെ എടുത്തുകൊണ്ട് അവളുടെ പായും ബെഡും ഒക്കെ എടുത്തുകൊണ്ട് താഴത്തെ നിലയിലോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇത് ഹാളിലിരിക്കുന്ന ആദർശും ജയനും അതുപോലെ തന്നെ ദേവ്യാനും എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശനും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം അവർ പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ ഇതെങ്ങോട്ടാ? അപ്പം നയനെ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാൻ ആദ്യം കാലുകുത്തിയപ്പം എനിക്ക് തന്നൊരു മുറിയുണ്ട്, ആ സ്റ്റോർ റൂം. ഞാൻ അവിടെ തന്നെ ഇനിയുള്ള കാലവും ജീവിച്ചോളാം. ഇത്രയും കാലം നിങ്ങളെന്നെ സ്നേഹിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണെന്നും എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് സന്തോഷമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി ഇവിടെ കടിച്ചു തൂങ്ങുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് സ്റ്റോർ റൂമിലേക്ക് നീങ്ങുക. എൻ്റെ മുത്തശ്ശൻ ഈ വീടിട്ട് പോരുന്നേ പറഞ്ഞുള്ളൂ, ആ റൂമോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി സ്റ്റോർ റൂമിലേക്ക് പോവാം. ഇനി ഈ വീട്ടിലെ എൻ്റെ മുറി അതായിരിക്കും എന്നും പറഞ്ഞിട്ട് നയന അവളുടെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ
ആദർശ് പോണെങ്കിൽ പോട്ടെ, എനിക്കെന്താ, സമാധാനമായെന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെറിയമ്മ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും എന്താ ഒന്നും പറയാത്തത്? നയനമോള് കണ്ടില്ലേ സ്റ്റോർ റൂമിലേക്ക് പോകുന്നത്? അവൾ കിടക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ കൂടെയല്ലേ? അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, അല്ല ജാനകി, നിനക്കെന്താ ഇത്ര വലിയ വിഷമം? അവളുടെ അമ്മായിമ്മയ്ക്കില്ലാത്ത വിഷമമാണല്ലോ നിനക്ക്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇല്ല, ചേച്ചിക്ക് വിഷമം തോന്നില്ല, കാരണം ചേച്ചിക്ക് ഇഷ്ടം അതാണല്ലോ. സ്വന്തം മകനും മരുമകളും ഒരുമിച്ച് ജീവിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പം ചേച്ചി ഒരിക്കലും തടയാൻ നിൽക്കില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല നയന, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്നത്. ആദർശിനെയും ഞാൻ എൻ്റെ അനിയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പിരിഞ്ഞു കഴിയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഈ വീട്ടിൽ നയനയ്ക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്യട്ടെ. ഈ വീട്ടിൽ ആരും അവളെ തടുക്കാനും നിൽക്കണ്ട, അവളെ കുറ്റപ്പെടുത്താനും നിൽക്കണ്ട എന്ന് മുത്തശ്ശൻ അത് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നയന അവളുടെ റൂം ഷിഫ്റ്റ് ചെയ്ത് എല്ലാം സ്റ്റോർ റൂമിൽ പഴയപടി കൊണ്ട് അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയണം, ഇതെന്തായാലും ഒത്തു, ഈ പേരും പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുകയ്ക്കണം എന്ന് മനസ്സിലോർക്കുന്നുണ്ട്. ദേവേനെ ഓർക്കുകയാണ്, ഇവളുടെ മനസ്സിൽ മറ്റെന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അവൾ ഇത്രയും മാസങ്ങൾ കൊണ്ട് കടിച്ചു കിടന്നിട്ട് ഇത്ര പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഇറങ്ങി പോവില്ല. ഇതിനെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ടെന്ന് ദേവയാനി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരുന്ന് പരസ്പരം നോക്കി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആരും കാണാതെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് ഇങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് ചായയും കുടിച്ച് പേപ്പറൊക്കെ വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നവ്യയാണെങ്കിലും എന്താണെങ്കിലും കാണിക്കട്ടെ എന്നൊരു മൈൻഡിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി എന്നോർത്ത് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ പോയിട്ട് തൻ്റെ മുറിയെല്ലാം അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ച് ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹങ്ങളൊക്കെ പഴയതുപോലെ വെച്ച് അവൾ പായൊക്കെ വിരിച്ച് അവൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അവിടെ തന്നെ സാധനമൊക്കെ വെച്ചിട്ട് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നേരെ അവൾ കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള പാചകമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പാചകമൊക്കെ ചെയ്ത് എല്ലാവർക്കും ഡൈനിങ് ടേബിളിലേക്ക് ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് നയന പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളും ഇങ്ങനെ അവനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നയന അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിട്ട് അപ്പുറത്തൊരു സീറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് ഓർക്കുന്നു, ഇവളെന്തിനാ ഇപ്പോൾ എഴുന്നേറ്റ് പോയത്? പോട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജാനകിക്കും ദേവനിക്കും മനസ്സിലാവുന്നുണ്ട് നയന ശരിക്കും അവനോട് പിണങ്ങിയിട്ട് അവനോട് ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ദേവന് മനസ്സിൽ കരുതാണ്, ഇങ്ങനെ തന്നെ അങ്ങിരുന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഉണ്ട്. ഇതിൻ്റെ ആദർശിന് രാത്രി നയനെ കിടക്കാത്തപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.